പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിലാപത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 19-ാമത്തെ തിരുവചനം നമുക്ക് കേൾക്കാം. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. 4 കവലകളിൽ വിശന്നു തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. അതായത് ഈ ആഴ്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഴ്ച എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ 50 ദിവസമായിട്ട് നോമ്പിലും പ്രാർത്ഥനയിലുമായിരുന്നു അതിൻ്റെ സമാപനത്തിലേക്ക് വരുന്ന ദിനങ്ങൾ. അപ്പൊ കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റെല്ലാവർക്കും വേണ്ടി രാത്രിയുടെ യാമങ്ങൾ പോലും പ്രാർത്ഥനയിലായിരിക്കാൻ വേണ്ടിയിട്ട് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, പ്രാർത്ഥിക്കുക എന്നാൽ പോരാടുക എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രാർത്ഥന ഒരു മഹായുദ്ധമാണ്. അതായത് വെറും ഒരു സ്വാഭാവികനായ ഒരു മനുഷ്യന് ജഡത്തിൻ്റെതായ അടിമത്തങ്ങളിൽ കഴിയുന്ന ഒരു മനുഷ്യന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അപ്പൊ ജഡത്തിന്റെ ആ എല്ലാ അടിമത്തങ്ങളോടും പോരാടുകയാണ്, എന്നാൽ മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദാനിയേൽ എന്ന ഒരു മനുഷ്യനെ നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്. ദാനിയേൽ 3 ആഴ്ചക്കാലം ഉപവാസമെടുത്ത് പ്രാർത്ഥനാനിരതനായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥനാനിരതനായിരുന്നപ്പോൾ ദാനിയേലിന് ദൈവത്തിൽ നിന്ന് ഒരു അരുളപ്പാട്, ഒരു ദർശനം, ഒരു സന്ദേശം ലഭിക്കുകയാണ്. ദാനിയേലെ, ഭയപ്പെടേണ്ട, ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിന്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഉണ്ടോ, എത്രയോ കൃത്യമായിട്ടാണ് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിഞ്ഞ ദൈവത്തിന്റെ പ്രിയപ്പെട്ട ദാസൻ ദാനിയേലിന് സ്വർഗത്തിൽ നിന്ന് ഒരു മറുപടി ലഭിക്കുകയാണ്, ഒരു ഉത്തരം ലഭിക്കുകയാണ്. എന്താണെന്ന് നോക്കിയേ, ദാനിയേലെ, ഭയപ്പെടേണ്ട, ശരിയായി അറിയുന്നതിന്, അതായത് ദൈവത്തെ ശരിയായി അറിയാൻ, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ ശരിയായി അറിയാൻ പ്രാർത്ഥന കൂടിയേ പറ്റൂ. അതുകൊണ്ട് അങ്ങനെ നീ സ്വയം എളിമപ്പെടുത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം തരാൻ വേണ്ടി സ്വർഗം നിന്റെ പക്കലേക്ക് ദൂതനെ അയക്കുന്നു എന്നാ പറയുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടം, പ്രത്യേകിച്ച് ഈ 50 നോമ്പിന്റെ അവസാനത്തെ ഈ ആഴ്ച, നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം തരാൻ സ്വർഗത്തിൽ നിന്ന് ദൈവം ദൂതനെ അയക്കുന്ന സമയമാണ്. നമുക്ക് കരങ്ങൾ നീട്ടി അനുഗ്രഹം സ്വീകരിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.